We are discussing about soil in our previous class, and soil is the uppermost layer of the earth. Plants get water and minerals from the soil through their roots. Small animals like insects and earthworms live in the soil, but where has the soil comes from? അല്ലേ നമ്മൾ പറഞ്ഞത് മണ്ണിനെ കുറിച്ചാണ് അല്ലേ സോയിൽ. കേൾക്കുന്നില്ലേ? Okay, listen. We discussed about the soil in our previous class. Soil is the uppermost layer of the earth, and plants get water and minerals from the soil through their roots. അല്ലേ അതിൻ്റെ വേരുകൾ വഴി മരങ്ങളും ചെടികളും ഒക്കെ എന്ത് ചെയ്യും? അതിൻ്റെ വേരിൽ നിന്ന് മണ്ണിൽ നിന്ന് വെള്ളവും വളവും ധാതുക്കളും ഒക്കെ വലിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. Then small animals like insects like earthworms lives in the soil, but where has the soil come? നമ്മുടെ ഇൻസെക്റ്റുകളും എർത്ത് വോംസും ഒക്കെ മണ്ണിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നാണ് ഈ മണ്ണ് വരുന്നത്? എങ്ങനെയാണ് ഈ സോയിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. Then in the beginning there was no life on earth. ആദ്യകാലത്ത് എന്താണ്? ഭൂമിയിൽ എന്തുണ്ടായിരുന്നില്ല? ജീവൻ ഉണ്ടായിരുന്നില്ല അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ മക്കളെ? യെസ്, ഓക്കെ. പക്ഷെ നമ്മുടെ നെറ്റ്വർക്കിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സോ ലിസൺ. ഇൻ ദ ബിഗിനിങ്, ആദ്യകാലത്ത് there was no life on the earth. നമ്മുടെ ഈ ഭൂമിയിൽ എന്തുണ്ടായിരുന്നില്ല? ജീവജാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജീവനൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് കവേർഡ് വിത്ത് തിക്ക് ലെയേഴ്സ് ഓഫ് ഹാർഡ് റോക്സ്. നല്ല കട്ടിയുള്ള പാറകൾ കൊണ്ട് മുഴുവൻ എന്താണ്? ഫില്ലായിരുന്നു നമ്മുടെ എർത്ത് മുഴുവൻ. For thousands of years these rocks were heated by the sun and cooled by the rain. വെയിൽ കൊണ്ട് ചൂടായി എന്താണ്? മഴയത്ത് തണുത്തിട്ടും ഒക്കെ എന്ത് ചെയ്തു? ഈ പാറകളൊക്കെ പൊടിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങി. Then due to this the rocks broke into Okay, listen here. In the beginning there was no life on earth. നമ്മൾ പറഞ്ഞു അല്ലേ, ആദ്യകാലത്ത് ഭൂമിയിൽ ജീവനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ മുഴുവൻ എന്തായിരുന്നു? വലിയ പാറക്കല്ലുകളായിരുന്നു. Due to this the rocks broke into small pieces. ഇതുകൊണ്ട് ഈ കല്ലുകളൊക്കെ എന്താണ്? മഴയും വെയിലും ഒക്കെ മാറി മാറി കൊണ്ടിട്ട് ഇതൊക്കെ പൊടിയാൻ തുടങ്ങി. പിന്നെ ഈ പൊടിഞ്ഞ ഈ കല്ലിനെ എന്താണ്? കാറ്റും വെള്ളവും ഒക്കെ, കാറ്റിന്റെ കൂടെ വെള്ളത്തിന്റെ കൂടെ ഒക്കെ ഇത് പറന്നിട്ട് ഒഴുകിയിട്ടും ഒക്കെ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്തത്? പൊടിഞ്ഞ് ചെറിയ സോയിൽ പാർട്ടിക്കിൾസ് ആയത്. നമ്മൾ ഇന്ന് കാണുന്ന മണ്ണ് ഉണ്ടായത് അങ്ങനെയാണ്. സോ ദെൻ സോയിൽ പാർട്ടിക്കിൾസ്, കളർ ആൻഡ് സൈസ്. സോയിൽ ഈസ് നോട്ട് ദ സെയിം എവ്രിവെയർ. വി നോ ദാറ്റ്. മണ്ണ് എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ? No. The soil that you see on the road is different from the soil you see on your garden. നിങ്ങളുടെ എന്താണ്? ഗാർഡനിലുള്ള മണ്ണും നമ്മൾ റോഡിൽ കാണുന്ന മണ്ണും ഒക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ? Then soil is made up of gravel, sand, clay and humus. മണ്ണ് എന്താണ്? ഗ്രാവൽ കൊണ്ടും സാൻഡും ക്ലേയും ഹ്യൂമസും ഒക്കെ കൊണ്ട് മിക്സ്ഡ് ആണ്. Then it is lighter than the water. ഇതിന്റെ എക്സ്പെരിമെന്റേഷൻ ഒക്കെ ചെയ്തതാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, മണ്ണ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ ലെയേഴ്സ് ആയിട്ട് മണ്ണിങ്ങനെ അടിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞു. Then types of soil. Then we are going to start types of soil. നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇനി പറയാൻ വേണ്ടി പോകുന്നത് മണ്ണിന്റെ പല പല ടൈപ്പ് അല്ലേ, പല തരത്തിലുള്ള മണ്ണുകളുണ്ട്. സോ അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സോയിൽ ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് അല്ലേ. പല സ്ഥലങ്ങളിലും കാണുന്ന മണ്ണ് എന്തായിരിക്കും? പലതരമാണ് അല്ലേ. എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള മണ്ണാണോ? അല്ല. അലൻ പി സാംസൺ ആൻഡ് നിദ ഫാത്തിമ, വീഡിയോ ഓൺ ചെയ്യണേ. നിദ ഫാത്തിമ, അപ്പോൾ എന്താണ്? എല്ലാ സ്ഥലത്തുമുള്ള മണ്ണ് ഡിഫറെൻ്റ് ആണ്. ദെൻ സാൻഡി സോയിൽ, ക്ലേ സോയിൽ ആൻഡ് ലോമി സോയിൽ ആർ ദ 3 types of soil. 3 തരം മണ്ണുകളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സാൻഡി സോയിൽ. സാൻഡി സോയിൽ, clay soil and loamy soil. These are the 3 types of soil. Then sandy soil is the first one. Sandy soil is mainly made up of sand. നമ്മുടെ ഈ സാൻഡി സോയിൽ എന്താണ്? അതിൽ കൂടുതലായിട്ടുമുള്ളത് സാൻഡ് ആണ്, മണലാണ് അല്ലേ, മണലാണ്. സോ
സാൻഡി സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? മണൽ മണ്ണാണ് അല്ലെ. അതിൽ കൂടുതലായിട്ടും ഉള്ളത് മണലാണ്. നമുക്കറിയാം സാൻഡ് എന്ന് വെച്ചാൽ മണലാണ്. സോ സാൻഡി സോയിൽ എന്താണ്? അതിൽ കൂടുതലായിട്ടും മണലിന്റെ അംശമാണ് ഉണ്ടാവുക. Then it is mostly found in deserts and other seashores. ഇത് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ഡെസേർട്ടിൽ അല്ലെ, മരുഭൂമിയിലും പിന്നെ കടൽ തീരത്തുമുള്ളത് എന്താണ്? സാൻഡി സോയിൽ ആണ് അല്ലെ. കടലിന്റെ അടുത്ത് പോയാൽ എന്താണ്? നമ്മുടെ റോഡുമേൽ ഉള്ളത് പോലെ ചെളിമണ്ണാണോ അവിടെ ഉള്ളത്? അല്ല, പൂഴി നിറഞ്ഞ മണ്ണാണ് അല്ലെ കടൽ തീരത്ത് നമുക്ക് കാണാൻ പറ്റുക. അതിലെന്താണ്? പൂഴിയാണ് കൂടുതലായിട്ടും ഉണ്ടാവുക, മണലാണ് ഉണ്ടാവുക അല്ലെ. Then it is yellow, grey or light brown in color. പലതരത്തിലുള്ള സാൻഡ് ഉണ്ട് അല്ലെ. യെല്ലോ ഉണ്ട്, കുറച്ച് മഞ്ഞ, ഒരു ലൈറ്റ് മഞ്ഞ കളറുള്ള മണൽ കാണാറുണ്ട്. ദെൻ ലൈറ്റ് ബ്രൗൺ, ചെറിയൊരു ബ്രൗൺ കളറിലുള്ള മണലും ഉണ്ടാവാറുണ്ട്. മണല് ഒരുപോലെയാണോ? എല്ലാം അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പല കളറുള്ളത് ഉണ്ട്. അതായത് ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ ഉണ്ടാവും, ലൈറ്റ് ബ്രൗൺ ഉണ്ടാകും, ദെൻ ഒരു ഗ്രേ കളറും ഒരു ചാര നിറമുള്ള മണലും ഉണ്ടാകാറുണ്ട്. ഡിഫറെന്റ് തരത്തിലുള്ള സാൻഡി സോയിൽസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് മോസ്റ്റ്ലി വി ക്യാൻ സീ ഇൻ ഡെസേർട്ട് ആൻഡ് സീഷോർ. കടൽ തീരത്തും മരുഭൂമിയിലും ഒക്കെയാണ് എന്തുണ്ടാവുക? ഈ മണൽ മണ്ണ് ഉണ്ടാവുക, സാൻഡി സോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അത് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലുണ്ട്. യെല്ലോ, ഗ്രേ ആൻഡ് ലൈറ്റ് ബ്രൗൺ. ഈ 3 നിറത്തിൽ എന്തുണ്ടാവും? മണല് ഉണ്ടാവും. Then there is a lot of space between the soil particles. നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് മണ്ണ് ഉണ്ടാകുന്നത് എന്ന്. അതായത് കുറെ സോയിൽ പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്തിട്ടാണ് അല്ലെ. ചെറിയ ചെറിയ കണികകൾ മണ്ണെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അല്ലെ. എന്താണ് അതൊക്കെ? ഓരോരോ കണികളിലാണ് അല്ലെ. ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കുറെ ഉണ്ടാവും. ഒരു പിടി മണ്ണ് നമ്മൾ കയ്യിലെടുത്താൽ അതെന്താണ്? അതിൽ കുറെ ഉണ്ടാവും അല്ലെ. ചെറിയ ചെറിയ തരിയാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലെ. ചെറിയ ചെറിയ തരിയാണ് ഉണ്ടാവുക. സോ അപ്പൊ കുറെ സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ ഈ മണൽ മണ്ണില്, ഈ സാൻഡി സോയിലിൽ എന്താണ്? സോയിൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് അകലം ഉണ്ടാവും. അതായത് കുറച്ച് വലുതാണല്ലേ പൂഴി. പൂഴിയിൽ നിന്ന് നമ്മൾ ഒരു പിടി സാൻഡ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് മാത്രം എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമല്ലേ. കാരണം എന്താണ്? അത് നമ്മുടെ പഞ്ചസാരയൊക്കെ പോലെയാണ് അല്ലേ. കുറച്ച് വലുതാണല്ലേ കാണാൻ വേണ്ടി. തിരെ പൊടി പൊടിയാണോ പൂഴി ഉണ്ടാവുക? അല്ല, ചെറിയ കുറച്ച് വലുപ്പം ഉണ്ടാവും അതിന്റെ ഓരോ പാർട്ടിക്കിൾസും അല്ലെ. ചെറിയ ചെറിയ കണികകൾ തമ്മിൽ വലുപ്പം ഉണ്ടാവും. സോ there's a lot of space between these soil particles. അതായത് ഈ മണ്ണിന്റെ കണികകൾ തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് അല്ലെ. ഒന്ന് കുറച്ച് വലുതാണ്, അതുപോലെ തന്നെയാണ് അടുത്തത് ഉണ്ടാവുക. അപ്പൊ അതിങ്ങനെ എന്താണ്? എല്ലാം കൂടെ മിക്സ് ആയിട്ടല്ല ഉള്ളത് അല്ലെ. നമ്മൾക്ക് അതായത് പൂഴിയൊക്കെ നമ്മളിപ്പോ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്, കുറച്ച് സാൻഡ് എടുത്തിട്ട്. അത് നമുക്ക് അങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ. അതിന്റെ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ അത് തമ്മിൽ സ്പേസ് ഉണ്ടാവും, അതിലുള്ള മണ്ണിന്റെ കണികകൾ തമ്മിൽ. ദെൻ സാൻഡി സോയിൽ കനോട്ട് ഹോൾഡ് മച്ച് വാട്ടർ. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ മണൽ മണ്ണിൽ അധികം വെള്ളം എന്ത് ചെയ്യില്ല? കെട്ടിക്കിടക്കൂല അല്ലെ. അതിലിങ്ങനെ ഒരുപാട് വെള്ളം പിടിച്ചു നിർത്താൻ അതിന് പറ്റൂല. ദെൻ സാൻഡ് ഈസ് വെരി യൂസ്ഫുൾ. അറിയാം നമുക്ക് മണല് വളരെ യൂസ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സിമെന്റ് ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിംഗ്. വി നോ ദാറ്റ്. കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സിമെന്റുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് സാൻഡ് യൂസ് ചെയ്യാറുണ്ട്. സാൻഡിന് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും എന്ത് ആവശ്യമാണ്? സാൻഡ് ആവശ്യമാണ്. അപ്പൊ സാൻഡിന്റെ കണികകൾ അല്ലെ, അതിന്റെ പാർട്ടിക്കിൾസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിലധികം മണ്ണ് എന്ത് ചെയ്യില്ല, അത് അധികം വെള്ളം അതിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. ദെൻ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം അല്ലേ. ദെൻ അതിനു മുമ്പ് അവിടെ ഒരു ആക്ടിവിറ്റി 1 നോക്കുക. ആ പേജിന്റെ ഏറ്റവും മുകളിൽ കണ്ടോ, സ്മൂത്ത്നെസ് ഓഫ് സോയിൽ. നമ്മൾ പറഞ്ഞിട്ടില്ല അത്. ടേക്ക് സം സോയിൽ ഫ്രം എ ഗാർഡൻ ആൻഡ് സം ഫ്രം ദ റോഡ് സൈഡ്. ഫീൽ ബോത്ത് ദ സാമ്പിൾസ്. Garden soil be soft and smooth. Roadside soil will be rough and powdery. Thus, soils differ in smoothness. Activity number 1 ആണത്. നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്താണ്? നമ്മൾ റോഡിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക. അതുപോലെ നമ്മുടെ ഗാർഡനിൽ വന്നിട്ട് അവിടെ നിന്നും കുറച്ച് മണ്ണെടുത്ത് നോക്കുക. രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഗാർഡനിലുള്ള സോയിൽ അല്ലെ, നമ്മുടെ ചെടിയൊക്കെ നടുന്ന സ്ഥലത്തുള്ള മണ്ണ് വളരെ സോഫ്റ്റ് ആയിരിക്കും. ആൻഡ് സ്മൂത്ത്, അത് വളരെ എന്താണ് സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ റോഡിൽ നിന്ന് എടുത്ത മണ്ണ് എന്താണ്?
വളരെ പരുപരുത്ത മണ്ണാണ്. അത് കൂടാതെ അത് പൗഡറിയുമാണ്. അത് വളരെയധികം പൊടിയാണ് അല്ലെ, ഭയങ്കര പൊടിയാണ് ഉണ്ടാവുക അല്ലെ റോഡിൽ നിന്നൊക്കെ ഉള്ള മണ്ണ്, നമുക്കറിയാം. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ വളരെ പൊടിയുള്ള വലിയ പൊടിമണ്ണൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവോ? ഇല്ല. നമ്മുടെ ഗാർഡനിലൊക്കെ ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ്. പക്ഷെ റോഡിലുള്ളത് കുറച്ചുകൂടെ പൗഡറിയാണ്, അത് കുറച്ചുകൂടെ പൊടിയാണ്, വളരെ പൊടിയുള്ള മണ്ണാണ് റോഡിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ മണ്ണ് അതിന്റെ സോഫ്റ്റ്നെസ്സിലും ഒക്കെ ഡിഫറെന്റ് ആണ് എന്നാണ് ആക്ടിവിറ്റി 1 പറയുന്നത്. ഇനി ആക്ടിവിറ്റി 2 നമ്മൾ പറഞ്ഞു, ഈ മണ്ണുകളിലൊക്കെ എന്തുണ്ട്, വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 2. ദാറ്റ് ഈസ് പുട്ട് സം സോയിൽ ഇൻ എ സ്മോൾ ജാർ. ഒരു ചെറിയ പാത്രത്തിൽ എന്ത് ചെയ്യുക, കുറച്ച് മണ്ണ് ഇടുക. ഹീറ്റ് ഇറ്റ് ഫോർ സം ടൈം. കുറച്ച് സമയം അത് ചൂടാക്കുക, ആ പാത്രം ചൂടാക്കുക. നൗ ടേക്ക് ഓഫ് ദ ലിഡ്. പിന്നെ തീ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, യു വിൽ സീ ദ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഓൺ ദ ലിഡ്. എന്ത് ചെയ്യാം, അത് അടച്ചു വെക്കുക അല്ലെ. മണ്ണ് ചൂടാക്കിയിട്ട് അത് ഒരു ലിഡ് കൊണ്ട് അടച്ചു വെച്ചിട്ട് കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ത് കാണാം, യു സീ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഓൺ ദ ലിഡ്. ദാറ്റ് പ്രൂവ്സ് ദ സോയിൽ കണ്ടെയ്ൻസ് വാട്ടർ. അതായത് ഒരു പാത്രത്തിൽ മണ്ണെടുത്തിട്ട് അത് നമ്മൾ ചൂടാക്കിയിട്ട് ഒരടപ്പെടുത്ത് അടച്ചു വെക്കുകയാണെങ്കിൽ, ചൂടുള്ള സാധനങ്ങളിൽ നമ്മൾ അടച്ചു വെച്ചാൽ അടപ്പ് തുറക്കുമ്പോൾ എന്തുണ്ടാവും, അടപ്പില് വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവും അല്ലേ, വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവും, വെള്ളത്തുള്ളികൾ അതിൽ കാണാം. അതായത് നമ്മുടെ ഈ വാട്ടർ വേപ്പർ ആണല്ലേ ഇത് ചൂടാക്കുമ്പോൾ. അപ്പൊ മണ്ണില് എന്തുണ്ട്, വെള്ളത്തിന്റെ അംശം ഉണ്ട് എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് ഈ എക്സ്പെരിമെന്റ്. അതായത് മണ്ണ് ചൂടാക്കിയിട്ട് ഒരു അടപ്പ് കൊണ്ട് അത് അടച്ചു വെച്ചാൽ അടപ്പ് തുറന്നു നോക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും, വെള്ളത്തുള്ളികൾ ഉണ്ടാവും. അതായത് ഈ മണ്ണിലുള്ള വെള്ളം ആവിയായി മുകളിലേക്ക് പോകുമ്പോൾ അതവിടെ ലിഡിന് തട്ടിട്ട് അവിടെ ബ്ലോക്ക് ആവും അല്ലെ. അങ്ങനെയാണ് അത് ആ ലിഡിൽ കാണുന്നത്. അതായത് ഇതിൽ മണ്ണിൽ വെള്ളത്തിന്റെ അംശമുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നിങ്ങൾ എന്താണ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം. നമ്മൾ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഷുവറായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്താണ് മോനെ ജെവിൻ? മിസ് പറഞ്ഞതിപ്പോ ചെയ്ത് അയച്ചു തന്നു മിസ്സിന്. ആണോ? ഓക്കെ, ഗുഡ്. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ മോനെ, നോക്കാം. ദെൻ നെക്സ്റ്റ്, സോയിൽ ഹാസ് എയർ. വേറൊരു ആക്ടിവിറ്റി ആണ് പറയുന്നത്. പുട്ട് സം സോയിൽ ഇൻ എ ജാർ. ഒരു ജാറിൽ ഇതുപോലെ എന്ത് ചെയ്യാം മോനെ അലൻ? എന്താണ് അലൻ മാത്യു? മിസ് ഞാനും അയച്ചു തന്നിനു. അയച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ നോക്കിക്കൊള്ളാം മോനെ. കാരണം ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്നോണ്ടാണ് ചിലപ്പോൾ ചില മെസ്സേജുകൾ കാണാതെ പോകുന്നത് കേട്ടോ. അത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്സിനോടൊന്ന് പറയാം. നോട്ടൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കാറുണ്ട്, പക്ഷെ കുറേ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ എവിടെയോ പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ നോക്കിക്കൊള്ളാം. ദെൻ നമ്മൾ വേറൊരു ആക്ടിവിറ്റിയാണ് പറയുന്നത്. അത് സോയിലിൽ വെള്ളമുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സോയിലിൽ എയർ ഉണ്ട്, അതായത് ഈ മണ്ണിന്റെ കണികകളുടെ ഇടയിൽ വായു, എയർ ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് പറയുന്നത്. പുട്ട് സം സോയിൽ ഇൻ എ ജാർ, പോർ വാട്ടർ ഓവർ ഇറ്റ്. കുറച്ച് മണ്ണ് എവിടെ ഇടുക, ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെക്കുക. എന്നിട്ട് യു വിൽ പുട്ട് സം വാട്ടർ ഓവർ ഇറ്റ്. അതിൽ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിക്കുക. അതായത് ഒരു പാത്രത്തിൽ മണ്ണിട്ടിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? യു വിൽ സീ ബബിൾസ് കമ്മിങ് അപ്പ്. അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കുമിളകൾ പുറത്തേക്ക് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ദിസ് ഹാപ്പൻസ് ബിക്കോസ് ദർ ഈസ് ദ എയർ ട്രാപ്ഡ് ഇൻ ദ സോയിൽ വിച്ച് എസ്കേപ്പ് ആസ് ബബിൾ. എന്താണ്, നമ്മുടെ മണ്ണിലുള്ള ഈ എയർ ഉണ്ടല്ലോ, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മണ്ണിന്റെ ഇടയിലുള്ള എയർ എന്ത് ചെയ്യും, പുറത്തേക്ക് വരുന്നതാണ്. ബബിൾസിന്റെ രൂപത്തിലാണ് അത് പുറത്തേക്ക് വരിക. അപ്പൊ കുറച്ച് മണ്ണെടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? ഷുവറായിട്ടും നിങ്ങൾക്ക് ബബിൾസ് പുറത്തു വരുന്നത് കാണാൻ പറ്റും അല്ലേ? വെള്ളത്തിന്റെ കുമിളകൾ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ വെള്ളത്തിന്റെ ഇടയിലുള്ള എയർ ആണ് പുറത്തേക്ക് ബബിൾസിന്റെ രൂപത്തിൽ വരിക. നിങ്ങൾ ചെയ്തു നോക്കുക. കുറച്ച് മണ്ണെടുക്കുക, ഒരു ജാറിൽ, ഏതെങ്കിലും ഒരു ജാറിൽ ഇടുക, അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ ബബിൾസ്, എയർ ബബിൾസ് പുറത്തു വരുന്നത് കാണാൻ വേണ്ടി കഴിയും.
സോ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് സാൻഡി സോയിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ക്ലേ സോയിൽ അല്ലേ, കളിമണ്ണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്ലേയി സോയിൽ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ക്ലേ. സാൻഡി സോയിൽ എന്താണ് മോളറിലു? മിസ് ഇപ്പൊ ചോദിച്ചതിൽ മണ്ണിന്റെ എയറാ വരുന്ന വെള്ളത്തിന്റെ എയറാ? മണ്ണിന്റെ ഇടയിലുള്ള എയർ. അതായത് നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ട് അതിലേക്കല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഈ മണ്ണിന്റെ ഇടയിൽ എന്തുണ്ടാവും? എയർ ഉണ്ടാവും, വായു ഉണ്ടാവും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ എയറൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കുകയാണ്. അത് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ബബിളിന്റെ രൂപത്തിലാണ് അത് പുറത്തേക്ക് വരാന്നേ ഉള്ളൂ. അപ്പോൾ എയർ സോയിലിൽ എയർ ഉണ്ട് എന്ന് കാണിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞു സോയിലിൽ വെള്ളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ സോയിൽ ചൂടാക്കിയപ്പോൾ നീരാവി വന്നു അല്ലേ. എന്താണ് നീരാവി ആകുക? വാട്ടർ ആണ്, വാട്ടർ വേപ്പർ ആയിട്ട് വരിക. അപ്പോൾ ഈ സോയിലുള്ള വാട്ടർ ആണ് നീരാവിയായിട്ട് മുകളിലേക്ക് വന്നത്. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണിലുള്ള എയർ ആണ് എന്ത് ചെയ്യുക? പുറത്തേക്ക് വരിക. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്ത് നോക്കിയാൽ ഒരു ജാറിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഷുവറായിട്ടും എന്ത് ചെയ്യും? അതിൽ നിന്ന് ബബിൾസ് വരുന്നുണ്ടാവും. അതിന്റെ അർത്ഥം അതിൽ ഒരുപാട് എയർ ബബിൾസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ക്ലേ സോയിൽ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ക്ലേ അല്ലേ. ക്ലേ സോയിൽ സാൻഡി സോയിലിനെ പോലെ തന്നെയാണ് ക്ലേ സോയിലിൽ കൂടുതലായിട്ട് ക്ലേ ആണ്, കളിമണ്ണാണത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ പോൺസ് ആൻഡ് റിവർ ബെഡ്സ് അല്ലേ. നദിയുടെ, പുഴയുടെ തീരത്തും പിന്നെ എവിടെയാണ്? പോൺസ്, കുളത്തിലും ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ഈ കളിമണ്ണ് അല്ലേ, ക്ലേ സോയിൽ കുറച്ച് കാണാൻ വേണ്ടി കഴിയുക. ദ ക്ലേ സോയിൽ പാർട്ടിക്കിൾസ് ആർ വെരി സ്മോൾ ആൻഡ് ടൈറ്റ്ലി പാക്ഡ്. നമുക്കറിയാം കളിമണ്ണ് എന്താണ്? വളരെ ടൈറ്റ് ആണ് അല്ലേ. അത് നമ്മുടെ ഈ മണൽ പോലെ സെപ്പറേറ്റ് ആണോ? അത് അല്ല, അതിങ്ങനെ മിക്സ് ആണല്ലേ, ഇങ്ങനെ ജോയിൻ ചെയ്ത് മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. അതൊരു കട്ട പോലെയാണല്ലേ ഉണ്ടാവുക. നമുക്കത് ഈ സാൻഡി സോയിലൊക്കെ എടുക്കുന്ന പോലെ പെറുക്കി എടുക്കാൻ പറ്റുമോ? അത് നമ്മൾ എടുത്താലും എന്താണ്? അതിങ്ങനെ മിക്സ് ആയിട്ട് ആണ് ഉണ്ടാവുക, വളരെ ടൈറ്റ് ആണത്. സോ അതിന്റെ സോയിൽ പാർട്ടിക്കിൾസ് തമ്മിൽ വളരെ തിക്കായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. ക്ലേ സോയിൽ ഈസ് വെരി സ്റ്റിക്കി ആൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് പോട്ട്സ് ആൻഡ് കച്ച ഹൗസസ്. എന്താണ്? ഈ കളിമണ്ണ് വളരെ സ്റ്റിക്കി ആണ്, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതാണ്. കളിമണ്ണ് കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ കളിമണ്ണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. സോ ക്ലേ സോയിൽ ഈസ് വെരി സ്റ്റിക്കി ആൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് പോട്ട്സ് ആൻഡ് കച്ച ഹൗസസ്. പോട്ട്സ് അല്ലേ, നമ്മൾ കലവും നമ്മൾ മൺകലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, മൺചട്ടിയും മൺകലവും ഒക്കെ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ക്ലേ സോയിൽ കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ സാൻഡി സോയിലൊക്കെ എടുത്തിട്ട് എന്താണ് ചട്ടിയും കലവും ഒക്കെ ഉണ്ടാക്കാൻ പോയാൽ പറ്റുമോ? ഇല്ല. പക്ഷെ ക്ലേ സോയിൽ എന്താണ്? വളരെ സ്റ്റിക്കി ആണ്, അതിങ്ങനെ പറ്റി പിടിക്കുന്നതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ആണ് പോട്ട്സും പിന്നെ കച്ച ഹൗസും. കച്ച ഹൗസ് എന്ന് വെച്ചാൽ എന്താ അറിയാമോ? കച്ച ഹൗസ് അതായത് പണ്ട് കാലത്തുള്ള വീടുകളെയാണ് കച്ച ഹൗസ് എന്ന് പറയാ. നമ്മുടെ ഇന്നത്തെ പോലെ സിമെന്റും കമ്പിയും ഒന്നും യൂസ് ചെയ്യാതെ മണ്ണും മൺകട്ടയും മുകളിൽ ഓലയും വൈക്കോലും ഒക്കെ വെച്ചിട്ടുള്ള സാധാരണ വീടുകൾ ഉണ്ടല്ലോ, പണ്ടത്തെ ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്, അതിനെയാണ് കച്ച ഹൗസ് എന്ന് പറയാ. സോ അങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മൺകട്ട അല്ലെ, ഈ കളിമണ്ണിന്റെ ഒക്കെ കട്ടയൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വീടുകളെയാണ് കച്ച ഹൗസ് എന്ന് പറയാ. അപ്പോൾ നമ്മുടെ ഈ ക്ലേ സോയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പോട്ട്സ് ഉണ്ടാക്കാനും കച്ച ഹൗസസ് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇറ്റ് ക്യാൻ ഹോൾഡ് എ ലോട്ട് ഓഫ് വാട്ടർ ബട്ട് ഈസ് unable to trap enough air for the roots of plants. It can hold a lot of water. ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. ഈ കളിമണ്ണിൽ എന്താണ്? കുറച്ച് പശപശപ്പുള്ള ഒരു മണ്ണാണല്ലേ അത്. അതിങ്ങനെ ഒരു വെള്ളത്തിന്റെ പറ്റുപോലെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലേ? തൊട്ടാലും നമ്മുടെ കൈക്കൊക്കെ പറ്റുമല്ലേ കളിമണ്ണ്. പക്ഷെ നമ്മുടെ ഈ പൂഴിമണ്ണൊക്കെ എന്താണ്? നമ്മളിങ്ങനെ തൊട്ടിട്ട് കൈ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് അങ്ങ് പോയിക്കോളും. പക്ഷെ ഈ കളിമണ്ണ് കയ്യിലൊക്കെ വല്ലാതെ പറ്റിപ്പിടിക്കും. അതെന്തുകൊണ്ടാണ്? അതിൽ ഒരുപാട് വെള്ളത്തിന്റെ അംശം ഉണ്ട്. Then it is unable to trap enough air for the roots of plants. Then loamy soil is a mixture of sand and clay. നമ്മുടെ ഈ സാൻഡി സോയിലിന്റെയും ക്ലേ സോയിലിന്റെയും ഒരു മിക്സ് ആണ് എന്ത്? ലോമി സോയിൽ. അപ്പോൾ 3 തരം സോയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഫസ്റ്റ് സാൻഡി സോയിലാണ്, അതായത് മണലാണ്. നമ്മുടെ കടൽക്കരയിലും മരുഭൂമിയിലും ഒക്കെ ഉണ്ടാവുന്ന മണലുണ്ടല്ലോ, മണൽ കൂടി ഒരു മണ്ണ്, അതിനെയാണ് നമ്മൾ സാൻഡി സോയിൽ എന്ന് പറയാ. സെക്കൻഡ് വൺ ക്ലേ സോയിൽ ആണ്,
അതായത് നമ്മുടെ കുളത്തിലും നമ്മുടെ പുഴത്തീരങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന പശപശപ്പുള്ള കളിമണ്ണിനെയാണ് ക്ലേയ് സോയിൽ എന്ന് പറയാം. അപ്പൊ ഈ ക്ലേയ് സോയിൽ നമ്മൾ പോട്ട്സും കച്ച ഹൗസസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ഹോൾഡ് എ ലോട്ട് ഓഫ് വാട്ടർ ബട്ട് ഇറ്റ് അണേബിൾ ടു ട്രാപ്പ് ഇനഫ് എയർ ഫോർ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. ഇതെന്താണ്, വളരെ ടൈറ്റ് ആണ്. പക്ഷെ ഇതിലെന്താണ്, ഈ കളിമണ്ണിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നടുകയോ പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മരത്തിനും ചെടികൾക്കും ഒന്നും ആവശ്യത്തിനുള്ള എയറും പിന്നെ ഒന്നും വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഇത് വളരെ ടൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ അധികം എയർ തങ്ങി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ പറഞ്ഞല്ലോ, മണ്ണിൽ നിന്നാണ് ഈ ചെടികളും മരങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്, വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ക്ലേയ് സോയിലിൽ അത് നമ്മുടെ പ്ലാന്റ്സിനും ട്രീസിനും ഒന്നും വെള്ളവും എയറും ഒന്നും വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ടൈറ്റ്. അത് വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സോയിലാണ്. ദെൻ തേർഡ് സോയിൽ ഈസ് ലോമി സോയിൽ. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സാൻഡി ആൻഡ് ക്ലേ. ഈ രണ്ട് മണ്ണിൻ്റെയും ഒരു മിശ്രിതമാണ് എന്ത്, ലോമി സോയിൽ എന്ന് പറയുന്ന മണ്ണ്. Then it can hold both air and water for plants to grow. It can hold, ഇതിൽ എന്താണ്, കൂടുതലായിട്ടും എയർ ഒക്കെ തങ്ങി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിന് വളരാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഹ്യൂമസ്. ലോമി സോയിൽ ഇസ് ദ ബെസ്റ്റ് ഓഫ് ഫോർ ദ പ്ലാന്റ്സ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ്, പറഞ്ഞു അല്ലേ നമ്മൾ, ഇതിൽ ഹ്യൂമസിന്റെ അംശം ഒരുപാടുണ്ട്. അതുകൂടാതെ എന്താണ്, ചെടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ചെടികൾക്കും മരങ്ങളും ഒക്കെ നടാൻ വേണ്ടി ഈ ലോമി സോയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ഈ ലോമി സോയിലിൽ എന്തുണ്ട്, ഒരുപാട് എയർ നിൽക്കുന്നുണ്ട്, സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എ ഗുഡ് hardened soil also have a lot of humus. Humus make the soil fertile അല്ലേ. നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ലോമി സോയിലിൽ ഒരുപാട് എയർ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളും ട്രീസും ഒക്കെ നടാൻ വേണ്ടി ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതുകൂടാതെ തന്നെ ഒരു നല്ല തോട്ടത്തിലുള്ള അല്ലേ, നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെയുള്ള മണ്ണിലും ഒരുപാട് ഹ്യൂമസ് ഉണ്ട്. ഈ ഹ്യൂമസ് എന്ത് ചെയ്യും, മണ്ണിന് ഒരുപാട് ഫെർട്ടൈൽ നൽകും, വളക്കൂറുള്ള മണ്ണാക്കി മാറ്റും എന്നാണ് പറയുന്നത്. എന്താണ് മോനെ? ഞാൻ നേരത്തെ ചോദിച്ചത് മിസ് പറഞ്ഞത് ആക്ടിവിറ്റി 2ഉം 3ഉം മിസ്സിന് ചെയ്തിട്ട് അയച്ചു തരണോ എന്നാണോ ചോദിച്ചത്? ഓക്കെ ഓക്കെ. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. മണ്ണിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് അതെങ്ങനെയാണ് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഓക്കെ. ദെൻ ഇപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് സോയിലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്, വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് സോയിൽ? ഏതൊക്കെയാണ് റിലു? വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് സോയിൽ? Humus, clay, sand, gravel. 3 ടൈപ്സ് ഓഫ് സോയിൽ. ഇപ്പൊ എത്ര എണ്ണം പറഞ്ഞു? നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഏതൊക്കെയാണ് 3 തരത്തിലുള്ള മണ്ണുകള്? സാൻഡ്, ക്ലേ, sandy soil, clay soil and loamy soil are the 3 types of soil. Okay. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ റിലു. ഇത് മൂന്നുമാണ് എന്താണ്, 3 തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മണ്ണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സാൻഡി സോയിൽ, ലോമി സോയിൽ ആൻഡ് ക്ലേയി സോയിൽ.